ആധുനിക ഫുട്ബോളിലെ ഏറ്റവും മികച്ച പരിശീലകന്മാരിൽ ഒരാളാണ് ഫ്രാൻസിൻ്റെ പരിശീലകനായ ദിദിയർ ദശാംപ്. ഫ്രാൻസിന് വേണ്ടി വേൾഡ് കപ്പ് ഉൾപ്പെടെ നിരവധി നേട്ടങ്ങൾ നേടിക്കൊടുക്കാൻ അദ്ദേഹം നിർണായക സാന്നിധ്യമായി നിന്നിട്ടുണ്ട്. പക്ഷേ 2022 ഖത്തർ വേൾഡ് കപ്പിൽ അർജൻറ്റീനയോട് പരാജയപ്പെട്ടപ്പോഴും അദ്ദേഹം തന്നെയായിരുന്നു ഫ്രാൻസിൻ്റെ പരിശീലകൻ. ഇപ്പോഴത്തെ ഒരു ഇൻ്റർവ്യൂവിൽ വെച്ച് ഇതിഹാസ താരമായ ലയണൽ മെസ്സിയെ എതിരിട്ടതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ലയണൽ മെസ്സിയെ നേരിടുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണെന്ന് എല്ലാ പരിശീലകർക്കും അറിയാം. അദ്ദേഹത്തിന് ഏത് സിറ്റുവേഷനിൽ നിന്നും ഗ്രൗണ്ടിൻ്റെ ഏത് ഭാഗത്തു നിന്നും എങ്ങനെ വേണമെങ്കിലും ഗോളോ അസിസ്റ്റോ മികച്ച ഒരു പാസോ നൽകാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ലയണൽ മെസ്സിയെ തടയുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് അദ്ദേഹത്തിനെതിരെ 2 താരങ്ങളെ നിർത്താം. അദ്ദേഹത്തിനെ മാർക്ക് ചെയ്യാൻ 2 താരങ്ങൾ വെച്ച് നിങ്ങൾക്ക് കളിക്കാം. പക്ഷേ അപ്പോൾ നിങ്ങളുടെ ടീമിൽ 9 താരങ്ങൾ മാത്രമായിരിക്കും. കളി കാണുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ലയണൽ മെസ്സിയുടെ ടീമിൽ 11 പേരും ലയണൽ മെസ്സിയുടെ എതിർ ടീമിൽ 9 പേരുമാണെന്ന്. ലോകത്തെ ഏത് ടീമിനെതിരെയും എനിക്ക് തന്ത്രങ്ങൾ മെനയാൻ സാധിക്കും. ചിലപ്പോൾ എനിക്ക് ആ ടീമുകളെ പരാജയപ്പെടുത്താൻ സാധിച്ചെന്ന് വരും. ലയണൽ മെസ്സി കളിക്കുന്ന അർജൻറ്റീന ടീമിനെതിരെ കളിക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ കസേരയിൽ ഇരിക്കാൻ തന്നെ പേടിയായിരിക്കും. കാരണം കസേരയിൽ ഒരു സെക്കൻഡ് ഇരിക്കാൻ പോലും ലയണൽ മെസ്സിയും അർജൻറ്റീനയും എന്നെ സമ്മതിച്ചിരുന്നില്ല. ലോകകപ്പ് ഉൾപ്പെടെയുള്ള നേട്ടങ്ങൾ നേടിയ എനിക്ക് ലയണൽ മെസ്സി എന്ന ഇതിഹാസ താരത്തെ നേരിട്ടതിൽ വളരെ അഭിമാനമാണുള്ളത്. അതെൻ്റെ ഒരു നേട്ടമായി ഞാൻ കാണുന്നു.